നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 7 പതിറ്റാണ്ടുകൾ കൊണ്ട് കുതിച്ചുയർന്നിരിക്കുകയാണ് ആസാമിലെ മുസ്ലിം ജനസംഖ്യ എന്ന് തുറന്നു പറഞ്ഞ ആസാം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ. ഇത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമായി മാറിയിരിക്കുകയാണെന്നും ശർമ്മ വ്യക്തമാക്കി. ഞാൻ ആസാമിൽ നിന്നാണ് വന്നത്. ജനസംഖ്യാപരമായ മാറ്റം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമാണ്. എന്റെ സംസ്ഥാനത്തെ മുസ്ലിം ജനസംഖ്യ ഇപ്പോൾ 40%. അത് 1951-ൽ 12%. ഇത് എനിക്കൊരു രാഷ്ട്രീയ പ്രശ്നമല്ല, മറിച്ച് ജീവിതത്തിന്റെയും മരണത്തിന്റെയും പ്രശ്നമാണ്, അദ്ദേഹം റാഞ്ചിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഹേമന്ത് സോറന്റെ നേതൃത്വത്തിലുള്ള ജാർഖണ്ഡ് സർക്കാർ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ വരവ് പരിശോധിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ആരോപിച്ചായിരുന്നു ശർമ്മയുടെ പരാമർശം. ഈ വർഷമാണ് ജാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ജാർഖണ്ഡ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നുഴഞ്ഞുകയറ്റക്കാരെ നാടുകടത്താൻ കഴിയാത്ത പാർട്ടി എന്തിനാണ് സർക്കാരിൽ എന്ന് JMM ജാർഖണ്ഡ് മുക്തി മോർച്ച വ്യക്തമാക്കണം. ഞാൻ അസമിൽ ഈ ജോലി ദിവസവും ചെയ്യുന്നു, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർ ഒഴുകുകയാണ്. പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനു വേണ്ടി രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കിക്കൊണ്ടുള്ള തീരുമാനങ്ങളാണ് പലപ്പോഴും എടുക്കുന്നതെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ആസാം മുഖ്യമന്ത്രി. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയുടെ അതിർത്തി ഗ്രാമങ്ങളിലെ മുസ്ലിം ജനസംഖ്യ നിയന്ത്രണാതീതമായി വർദ്ധിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ഓർഗനൈസറിൽ ലേഖനം വന്നത്. പശ്ചിമ ബംഗാളിലെ മുസ്ലിം ജനസംഖ്യ ഏതാണ്ട് 30%. സംഘടിതമായ ഈ വോട്ട് ബാങ്കിന്റെ കരുത്തിലും ബൂത്ത് പിടുത്തത്തിലുമാണ് മമതാ ബാനർജി അവിടെ തുടർ വിജയങ്ങൾ നേടുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മമതാ ബാനർജിയുടെ വലം കൈയായിരുന്ന ഒരു നേതാവ് ഹിന്ദുക്കൾ എല്ലാവരും ഭാഗ്യം കെട്ടവരാണെന്നും അവരെ മുഴുവൻ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യണമെന്നുമുള്ള ആഹ്വാനം നടത്തിയത്. അതേ സമയത്ത് തന്നെയാണ് കൊൽക്കത്തയിൽ ഒരു സ്ത്രീയെ ഇസ്ലാമിക മത നിയമമായ ശരീഅത്ത് പ്രകാരം വിചാരണ ചെയ്തതിന് ഒരു തൃണമൂൽ കോൺഗ്രസ് നേതാവ് അറസ്റ്റിലാകുന്നത്. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. മുസ്ലിം ജനസംഖ്യ ഒരു സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുമ്പോൾ ആ സംസ്ഥാനത്ത് ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാവുക എന്ന് വളരെ വ്യക്തമാണ്. എന്നാലും പല സംസ്ഥാനങ്ങളും തങ്ങളുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ നിലനിർത്തുവാൻ ഇതിനെതിരെ ഒരു നടപടികളും എടുക്കാത്തത് ഗൗരവതരമായ സ്ഥിതിവിശേഷണമാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.